കൊയിലാണ്ടി ഉത്സവപ്പറമ്പിൽ വെച്ച് CPM കൊയിലാണ്ടി സെൻട്രൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പുളിയോറ വയലിൽ PV സത്യനാഥിനെ വെട്ടിക്കൊന്ന പെരുവട്ടൂർ പുറത്തോന അഭിലാഷ് മുൻ ബ്രാഞ്ച് കമ്മിറ്റി അംഗമായിരുന്നു. സത്യനാഥിന്റെ അയൽവാസിയായ അഭിലാഷ് കൊയിലാണ്ടി നഗരസഭയിലെ 2 ചെയർമാൻമാരുടെ ഡ്രൈവറായി ജോലി ചെയ്തിരുന്നു. വ്യക്തിവിരോധമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങിയ അഭിലാഷ് മൊഴി നൽകിയത്. പാർട്ടി തർക്കങ്ങളിൽ സത്യനാഥ് സ്വീകരിച്ച നിലപാടാണ് വ്യക്തിവിരോധത്തിന് വഴിവെച്ചത്. കൊല നടത്തിയത് തനിച്ചാണെന്നും അഭിലാഷ് പോലീസിനോട് പറഞ്ഞു. പാർട്ടിയുമായി ബന്ധപ്പെട്ട അക്രമ സംഭവങ്ങളിൽ അഭിലാഷ് പങ്കാളിയായിരുന്നുവെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. പാർട്ടിയിലെ ഗ്രൂപ്പ് വഴക്കുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഒരു നേതാവ് തനിക്കെതിരെ അക്രമം നടന്നുവെന്ന് കാണിക്കാൻ വ്യാജ അക്രമം സൃഷ്ടിച്ചിരുന്നു. ബൈക്ക് കത്തിക്കുകയും വാഴ വെട്ടി നശിപ്പിക്കുകയും ചെയ്യുകയായിരുന്നു. ഇതിൽ അഭിലാഷിന് പങ്കാളിത്തം ഉണ്ടായിരുന്നുവെന്നാണ് പറയപ്പെടുന്നത്. മുൻ ഏരിയ സെക്രട്ടറിയുടെ വീടിന് നേരെ ആക്രമണമുണ്ടായപ്പോൾ അഭിലാഷ് മാരകായുധങ്ങളുമായി കാവൽ നിന്നിരുന്നതായും പറയപ്പെട്ടിരുന്നു. ക്രിമിനൽ പശ്ചാത്തലമുള്ള വ്യക്തിയാണ് അഭിലാഷ് എന്ന് പോലീസും ചൂണ്ടിക്കാട്ടുന്നു. വ്യാഴാഴ്ച രാത്രി 10-നാണ് CPM കൊയിലാണ്ടി ടൗൺ സെൻട്രൽ ലോക്കൽ സെക്രട്ടറിയായ പുളിയോറ വയലിൽ PV സത്യനാഥിനെ വെട്ടിക്കൊലപ്പെടുത്തിയത്. പെരുവട്ടൂരിലെ ചെറിയപ്പുറം ക്ഷേത്രത്തിൽ ഗാനമേള നടക്കുന്നതിനിടെ ക്ഷേത്ര ഓഫീസിന് സമീപത്ത് വെച്ചാണ് വെട്ടേറ്റത്. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. സത്യനാഥിനെ പ്രതിയായ പെരുവട്ടൂർ പുറത്താന സ്വദേശി അഭിലാഷ് മഴ ഉപയോഗിച്ച് വെട്ടുകയായിരുന്നു. കഴുത്തിനും പുറത്തും 4 വെട്ടേറ്റ് സത്യനാഥിനെ കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിക്കുകയായിരുന്നു. സംഭവസ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ട അഭിലാഷ് പിന്നീട് പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങി. മുൻ ബ്രാഞ്ച് കമ്മിറ്റി അംഗവും നഗരസഭയിലെ താൽക്കാലിക ഡ്രൈവറുമായിരുന്നു അഭിലാഷ്. സത്യനാഥിന്റെ കൊലപാതകം വ്യക്തമായ പ്ലാനിംഗ് നടത്തി ചെയ്തതാണെന്നാണ് ബ്രാഞ്ച് സെക്രട്ടറി ഷീജ പറയുന്നത്. കൃത്യമായ പ്ലാനിംഗ് ഇല്ലാതെ ഇത്തരമൊരു കൊലപാതകം ചെയ്യാനാകില്ല. അഭിലാഷിന് ഒറ്റയ്ക്ക് ഇത്രയും തിരക്കേറിയ സ്ഥലത്ത് വെച്ച് കൊലപാതകം ചെയ്യാൻ സാധിക്കില്ലെന്നും അയാൾക്ക് പിന്നിൽ മറ്റു ചിലരുമുണ്ടെന്നും ഷീജ പറഞ്ഞു. പ്രതി ഒറ്റയ്ക്കാണ് സംഭവം നടത്തിയതെന്ന പോലീസിന് മൊഴി കൊടുത്തെങ്കിലും അഭിലാഷിന് ഒറ്റയ്ക്ക് ഇത്രയും തിരക്കേറിയ സ്ഥലത്ത് വെച്ച് കൊലപാതകം ചെയ്യാൻ സാധിക്കില്ലെന്നും അയാൾക്ക് പിന്നിൽ മറ്റു ചിലരുണ്ടെന്നും ഷീജ പറഞ്ഞു. സത്യനാഥൻ വളർത്തിയ കുട്ടിയാണ് അഭിലാഷ്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് പഠിച്ചു വളർന്നയാളാണ് അഭിലാഷ്. കൊയിലാണ്ടി നഗരസഭാ ചെയർമാനായിരുന്ന സമയത്ത് സത്യനാഥൻ്റെ ഡ്രൈവറായിരുന്നു അഭിലാഷ്. എന്നാൽ ക്രിമിനൽ സ്വഭാവങ്ങൾ അഭിലാഷ് കാണിച്ചു തുടങ്ങിയപ്പോൾ പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തുകയായിരുന്നു. ഇതിൻ്റെ വൈരാഗ്യത്തിലാണ് കൊലപാതകം നടത്തിയതെന്നാണ് വിവരങ്ങൾ. വളരെ സൗമ്യനായ മനുഷ്യനാണ് സത്യനാഥൻ. പ്രദേശത്ത് പാർട്ടിയെ ശക്തമായി വളർത്തിയ വ്യക്തി കൂടിയാണ് അദ്ദേഹമെന്ന് ഷീജ പറഞ്ഞു. ഇന്നലെ രാത്രി 10 മണിയോടെയാണ് സംഭവം നടന്നത്. കൊയിലാണ്ടി പെരുവട്ടൂർ ചെറിയപുറം ക്ഷേത്രോത്സവത്തിൽ ഗാനമേളയ്ക്കിടെ സത്യനാഥിനെ അഭിലാഷ് ആക്രമിക്കുകയായിരുന്നു. ശരീരത്തിൽ മഴ കൊണ്ട് 4-ലധികം വെട്ടേറ്റ് വീണ സത്യനാഥിനെ ഉടൻ തന്നെ കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിക്കുകയായിരുന്നു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ.